ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എൻ്റെ ഹെൽമെറ്റ് മാറ്റാമെന്ന് വിചാരിച്ചു. കാരണം വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹെൽമെറ്റ്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അതിനെന്തോ വൈസർ പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാറ്റാമെന്ന് വെച്ചാൽ. അതുമല്ല, ഇത് ബലമില്ല. എല്ലാവരും പറഞ്ഞ എൻ്റെ അടുത്ത് ഈ ഒരു ഹെൽമെറ്റ് ഉപയോഗിച്ചതിന് തലയ്ക്ക് നല്ല ഇതായിരിക്കും എന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് മാറ്റാന്ന് വെച്ചാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ക്വാളിറ്റി ഇല്ലെന്നും പറയില്ല, ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം ക്വാളിറ്റിയേ ഉള്ളൂ. പക്ഷെ ഇതിപ്പോ എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താഴെ വീണുള്ളൂ, അപ്പൊ തന്നെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് പൊട്ടിയും പോയി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആക്സിഡന്റ് ഒക്കെ നടന്നാൽ എന്താവും നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഹെൽമെറ്റ് മാറ്റാന്ന് വിചാരിച്ചത്. അപ്പൊ എത്ര രൂപ ആവുമെന്ന് എനിക്കറിയാൻ വയ്യ. പൈസയുടെ കാര്യം ആലോചിച്ചിട്ട് തന്നെ മേടിക്കാതെ ഇരുന്നത്. അപ്പോൾ പിന്നെ നോക്കട്ടെ. എന്തായാലും ഇപ്പൊ ഇത് പൊട്ടിപ്പോയി, അതുകൊണ്ട് ഇനിയിപ്പോ എനിക്ക് പുതിയത് അതേ ഗുണത്ത് മേടിച്ച് വെക്കാൻ പറ്റൂല. അതുമല്ല, ഇനിയിപ്പോ ഇത് ഉപയോഗിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് പുതിയതൊന്ന് മേടിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നല്ലൊരു ലുക്കൊക്കെ ഉള്ളതെല്ലാം കിട്ടുമെന്ന് നോക്കാം. എന്തായാലും നമുക്ക് കടയിൽ പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. അവിടെ ചെന്ന ശേഷം ഇനി കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വിചാരിച്ച കണക്കല്ല, കുറച്ച് പൈസക്ക് തന്നെ നമുക്ക് നല്ല കിഡിലെ ഹെൽമെറ്റുകൾ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. സാധനം കാണിച്ചു തരാം. ഇതാണ് ഞാൻ മേടിച്ച സാധനം. എന്താ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അവര്. എനിക്ക് കണ്ടിട്ടും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട്. 1 വർഷം വരെ വാറന്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇത് പെയിന്റിനാണോ ഇതിനാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും ഹെൽമെറ്റിന് 1 വർഷം വരെ വാറന്റി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം അവർ ആദ്യം പറഞ്ഞ 2000 രൂപയെന്ന് പറഞ്ഞു. പിന്നെ അത് കുറച്ച് 1800 രൂപയെന്ന് പറഞ്ഞ്. അപ്പൊ ആറ്റിങ്ങൽ മോട്ടോ അവന്യൂ എന്നാണ് മേടിച്ചത്. അപ്പൊ ആറ്റിങ്ങൽ മോട്ടോ അവന്യൂ അവിടെ നിന്നാണ് മേടിച്ചത്. സംഭവം എന്താ വെച്ചാൽ, എനിക്ക് അവിടെ വെച്ച് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ കുറച്ചെടുത്തപ്പോഴത്തേക്കും എൻ്റെ ഫോൺ ചത്ത് സ്വിച്ച് ഓഫ് ആയി പോയി. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് പറ്റിയ കണക്കൊക്കെ തന്നെ ഒരു ചെറിയ ക്ലിപ്പാണ്ട് എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അത് മാത്രമേ കിട്ടിയുള്ളൂ. അത് എടുത്തപ്പോഴത്തേക്കും ഫോൺ ചാർജ് ചെയ്ത് ഓഫായി പോയി. കുഴപ്പമില്ല, ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വരുമല്ലോ. അപ്പൊ നമുക്ക് പോകുമ്പോൾ ബാക്കിയുള്ളതൊക്കെ എടുക്കാം. കടയൊക്കെ ഒന്ന് നല്ലവരത്തേക്ക് വീഡിയോ എടുക്കാം. എന്തായാലും അപ്പൊ ഇതാണ് ഹെൽമെറ്റ്. അപ്പൊ ഇതിനെ കുറിച്ച് എന്തൊക്കെ ഇതിലുണ്ടെന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പൊ ഇതാണ് നമ്മളെ ഹെൽമെറ്റ്. ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഇതങ്ങ് ഊരി മാറ്റാം. ഓക്കെ, നമുക്കിത് തുറക്കാം. ഇതിൻ്റെ അകമൊക്കെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകം ഇങ്ങനെയാണ് വേണത്. ഇതിൽ അവർ പറഞ്ഞ ഈ പാഡ് നമുക്ക് ഊരി മാറ്റാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് നോക്കാം, പാഡ് ഊരി മാറ്റാൻ പറ്റും. ഓക്കെ, പാഡ് ഊരി കഴുകാനൊക്കെ പറ്റുന്ന സാധനം ടൈപ്പ് തന്നെ. ഓക്കെ, തിരിച്ച് വയ്ക്കാൻ പറ്റും. ഓക്കെ, പാഡ് ഊരി മാറ്റി കഴുകിയൊക്കെ തിരിച്ച് വയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൽ വേണത് ഇങ്ങനത്തെ ടൈപ്പാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഒരു സ്പോഞ്ച് പോലത്തെ സംഭവം വന്നിട്ടുണ്ട്. അത് തലയിൽ നല്ല സുഖം കിട്ടാൻ വേണ്ടി ആയിരിക്കണം. അങ്ങനത്തെ ടൈപ്പുണ്ട്. പിന്നെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഈ ഒരു സംഭവം നമുക്ക് തുറക്കുക അടയ്ക്കുകയും ചെയ്യാനൊക്കെ പറ്റും. കാറ്റകത്തോട്ട് കയറാനൊക്കെ ഉള്ളതാണ് ഇത്. അപ്പോൾ അതിനുള്ളതുണ്ട്. പിന്നെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു അടപ്പ് പോലെ ഉണ്ട്. എനിക്ക് അവർ പറഞ്ഞത് മുകളിൽ കൂടെ കാറ്റ് കയറാനുള്ള സംഭവമാണെന്നാണ് പറഞ്ഞത്. ഇത് 2 സൈഡിനുണ്ട്, ഇപ്പുറത്തും ഉണ്ട്, 2 സൈഡിനുണ്ട്. പിന്നെ അവർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സൈഡിനായിട്ട് നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സൈഡിന് ഇവിടെ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ഹോളുണ്ടല്ലോ, ഈ ഒരു ഹോളിൻ്റെ അകത്ത് ബ്ലൂടൂത്തിൻ്റെ ഡിവൈസൊക്കെ കണക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നെ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൻ്റെ അകത്ത് 2 എയർ ഹോൾ, കാറ്റ് പോകാൻ വേണ്ടിയുള്ള 2 ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് വെക്കാമെന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് അറിയാൻ വയ്യ. ലൈറ്റിൻ്റെ ഞാൻ ചോദിച്ചൊന്നുമില്ല. ഈ അകത്തെ ബ്ലൂടൂത്തിൻ്റെത് ചോദിച്ചപ്പോൾ അതിന് 1500 തൊട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. 1300 1500 റേഞ്ചിന് ഉണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് നോക്കാം, പിന്നെ നോക്കാം. എന്തായാലും ചിലപ്പോൾ കഴിക്കേണ്ടി വരും.
അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇത് ഇട്ട ശേഷം എനിക്കൊരു മഴ വന്ന ഫീലിംഗ് ആണ്. ഇവിടെ ഇത്രയും വെയിലുണ്ടെങ്കിലും എനിക്ക് മഴ വന്നൊരു ഫീലാണ്. പക്ഷേ ഇത് എനിക്കൊന്ന് രാത്രി ഇട്ടുകൊണ്ട് പോകാൻ ഇത്തിരി പാടായിരിക്കും. ഇതിൻ്റെ സൈഡ് ലുക്ക് ആണെങ്കിൽ നിങ്ങളൊന്ന് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ പഴയ പോലത്തെ ഹെൽമെറ്റാണ് വയ്ക്കണമെങ്കിൽ നിങ്ങളൊന്ന് മാറ്റണം, നല്ലതായിരിക്കും. തലയാണ് മുഖ്യം, അതുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ എല്ലാവരും ഓരോ കമൻറ്റ് ഇടണുണ്ട്, പക്ഷെ നിങ്ങൾ യൂട്യൂബിലുള്ളവർ ആരും ഇങ്ങനെ കമൻറ്റ് ഇടണില്ല. അതെന്തെന്ന് എനിക്കറിയാൻ വയ്യ. ഇടണത് കൊള്ളാന്നൊക്കെ പറഞ്ഞേ ഇടണുള്ളൂ. അല്ലെങ്കിൽ എന്താ സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ ഞാൻ പറ്റണവരെയൊക്കെ ഇത് ചെയ്യാം, റിപ്ലൈ തരാം. ഫേസ്ബുക്കിൽ എല്ലാവരും ഓരോ കമൻറ്റ് ഇടണുണ്ട്, എങ്ങനെ ഇത് ചെയ്യാം, അതൊക്കെ ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വീഡിയോ ഇടാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യൂട്യൂബിൽ പക്ഷെ ആരും ഇങ്ങനെ ഒന്നും ചോദിക്കണില്ല. വ്യൂസും അതേപോലെ കുറവാണ് യൂട്യൂബിൽ. പിന്നെ ഒരു കാര്യം, ഫേസ്ബുക്കിൽ കുറച്ച് പേര് ചോദിച്ചത് എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് കാണിക്കാമെന്ന്. എനിക്കിങ്ങനെ സ്റ്റുഡിയോ ഒന്നും ഇല്ല. പിന്നെ വേണമെങ്കിൽ എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണെങ്കിൽ കാണിച്ചു തരാം. അത് ഞാൻ നോക്കട്ടെ, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കാണിച്ചു തരാം. കാരണം ഇപ്പം ഇത്തിരിയും കൂടെ അലമ്പായൊക്കെ കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് എല്ലാം സെറ്റായ ശേഷം നേരെ കാണിച്ചു തരാം. അപ്പോൾ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ഈ പേജ് ഫോളോ ചെയ്യാൻ നോക്കുക. അതേപോലെ യൂട്യൂബിലാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.